ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ഒരു അച്ചാർ ഉണ്ടാക്കിയല്ലോ. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു അച്ചാറിന്റെ റെസിപ്പി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പാവയ്ക്കയും ക്യാരറ്റും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. പാവയ്ക്ക പൊതുവേ നല്ല കയ്പാണല്ലോ, പക്ഷെ ഈ ഒരു അച്ചാർ നല്ല ടേസ്റ്റ് ആണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടും. അപ്പൊ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ഈ അച്ചാർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയാലോ. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നീളത്തിലൊന്ന് മുറിച്ചിട്ടതിന് ശേഷം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അപ്പൊ ഞാൻ ഒരു പാവയ്ക്ക എടുത്തിട്ടുള്ളൂ. ഈ ഒരു അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഞാൻ മിക്കവാറും ഉണ്ടാക്കി വെക്കുന്ന ഒരു അച്ചാറാണ്. അപ്പൊ ഇതുപോലെ സ്ക്വയർ ആയിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇങ്ങനെ ഒരു ക്യാരറ്റ് കൂടെ ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പാവയ്ക്കയും ക്യാരറ്റും നല്ല ടേസ്റ്റ് ആണ് അച്ചാർ ഇടുമ്പോഴത്തേക്കും. നമുക്ക് തീ കത്തിച്ചു കൊടുത്ത ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീൻ വെക്കുന്ന മൺചട്ടിയില്ലേ അതെടുത്താലും മതി. പക്ഷെ അലുമിനിയം ചട്ടി ഒന്നും എടുക്കരുത്. വിനീഗർ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കെമിക്കൽ ഒക്കെ ഇങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നീട് നമ്മൾ വിനീഗർ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ, അപ്പൊ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയിക്കോളും. നന്നായിട്ട് ആ പച്ചമുളകിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയെ ചേർത്തേക്കുന്നത്. തീ കുറച്ച് വെച്ച ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ മുളക് പൊടി ഒന്നും കരിഞ്ഞു പോകരുത്. ഇതിന്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണ്ട, ആ വെള്ളം വീഴണ്ട. ഈ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ടത് വെന്ത് വരും. പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരും. ഒരു 1/4 ഭാഗം വേവായിട്ട് വന്നാൽ മതി. ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത്. അച്ചാറായതുകൊണ്ട് തന്നെ 1/4 ഭാഗം വേവായിട്ട് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രേവിക്ക് അനുസരിച്ച് വേണം വിനീഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കായത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വേണം, ഒരു 1/4 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാവയ്ക്കയുടെ കയ്പും ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാർ. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ അച്ചാറിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ മിക്കവരും കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം പറഞ്ഞേക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ ചോറിന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ്. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കും അച്ചാറൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ അച്ചാർ ഈ പാവയ്ക്കയും ക്യാരറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ അച്ചാർ പെട്ടെന്ന് കേടായിട്ടൊന്നും പോകത്തില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.